ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2007 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് അതിൽ കാണിക്കുന്നതാണ്, പക്ഷേ അതിന് കൂടുതൽ വണ്ടി ഓടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല മിസ്സിങ് ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പൊടുന്ന് പറഞ്ഞിട്ട് നല്ല മിസ്സിങ്ങും, അതുപോലെ തന്നെ മറ്റേ പുള്ളിങ് തീരില്ല. എന്താ വെച്ചാൽ 2 നോസിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 2 നോസിൽ വർക്കിംഗ് അല്ല. വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെയും ഫോർത്തിലെയും നോസിൽ വർക്കിംഗ് ആണ്, ഭയങ്കര വീക്കാണത്. നോക്കിയതിൽ കണ്ടാൽ ആ ഒരു വൈബ്രേഷനാണ് നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല പുള്ളിങ് തീരെയില്ല. ഈ 2 നോസിൽ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പുള്ളിങ് കുറവ് നല്ലവണ്ണം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. പിന്നെ സസ്പെൻഷൻ വർക്ക് ഉണ്ട്, ലോവർ ആമിൻ്റെ പുഷ്, അപ്പർ ആമിൻ്റെ പുഷ് ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കോളം ബൂട്ട് പോയിട്ടുണ്ട്, അത് മാറ്റണം. ഗിയർ ബോക്സിൻ്റെ മൗണ്ട് മാറ്റണം, പൊട്ടിക്കിടക്കണത് ഗിയർ ബോക്സിൻ്റെ മൗണ്ട്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഒരു കിടുകിട് എന്നുള്ളൊരു സൗണ്ടും ഇതിനകത്ത് ഹെവി ആയിട്ട് വരുന്നത്. എഞ്ചിൻ നല്ല വൈബ്രേഷനാണ്, പുടു എന്ന് പറഞ്ഞിട്ട് നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. എന്തായാലും നോസിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നോസിൽ നമ്മൾ അഴിച്ചിട്ടൊന്ന് സർവീസ് ചെയ്ത് നോക്കാം. സർവീസ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് മാറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും. വണ്ടി ഇത്രത്തോളം മിസ്സിങ് ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. വിട്ട് പിടിക്കാൻ. അത് മാത്രമല്ല നമ്മുടെ പമ്പിൽ വരുന്ന സ്വിച്ചിനും ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളമാതിരി കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻജിൻ ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, പറഞ്ഞിട്ട് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. ആ ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ല വൈബ്രേഷൻ. അപ്പോൾ നമുക്കൊന്ന് നോസിൽ എന്തായാലും അഴിക്കണം. അതുപോലെ തന്നെ പമ്പിൻ്റെ സ്വിച്ച് അഴിച്ചൊന്ന് നോക്കണം. കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റണം. ബാക്കി സസ്പെൻഷൻ വർക്കും ഇതിനകത്ത്. അപ്പോൾ ഇന്നോവയുടെ നോസിൽ കംപ്ലീറ്റ് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്രത്തോളം വണ്ടി നല്ലോണം മിസ്സിങ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ലേത്തിൽ മറ്റേ ഡീസൽ മെക്കാനിക്ക് ലേത്തിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ അതിലെ 2 നോസിൽ ഫുൾ ഡെഡാണ്. ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്പ്രേയിങ് മാത്രമേ അതിലുള്ളൂ, ഫുൾ ഡെഡാണ്. ബാക്കി 2 നോസിൽ ഒരു 50% ഉള്ളൂ. അപ്പോൾ എന്തായാലും 4 നോസിൽ നമുക്ക് ഒന്നിലേ റിപ്പയർ ചെയ്തിടണം, ഇല്ലാണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് അത് നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് എന്താണോ കണ്ടീഷൻ, ആളുടെ ഇതെന്താണോ എന്നുള്ളത് രീതിക്ക് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്താ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോൾ എങ്ങനെ ഒരു 7500 രൂപ, പലവിടെയും പല റേറ്റാണ്. നമ്മുടെ ഇവിടുത്തെ റേറ്റാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ വേറുള്ള ഭാഗങ്ങളിലൊക്കെ റേറ്റ് വ്യത്യാസം വരും. ഞാൻ അതുകൊണ്ടാണ് പൊതുവേ ഞാൻ ഏത് കാര്യത്തിനും റേറ്റ് ഞാൻ പറയാത്തത്. ഏത് വീഡിയോയിലും ഞാൻ റേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ലേബർ ആയാലും ശരി, പാർട്സിൻ്റെയൊക്കെ നമ്മൾ പുതിയതെടുക്കുമ്പോൾ ഏകദേശമൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ ലേബർ, സെക്കൻഡ് യൂസ്ഡ് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ പലവിടെയും പല വ്യത്യാസമാണ് റേറ്റ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് തന്നെ നമ്മളുടെ എന്താ ഇത്ര ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇത്ര കുറവ് എന്നുള്ള രീതിക്കാവും. അതുകൊണ്ടാണ് ഒരു ഇതിൽ നമ്മൾ റേറ്റ് പറയാത്തത്. റേറ്റ് പറയുന്നതിന് നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിളിക്കുക ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ എൻ്റെ ഇതിൽ തന്നെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. കോൺടാക്ട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായി പറഞ്ഞുതരും. എന്തായാലും ഞാൻ വീഡിയോയിൽ ഞാൻ പാർട്സിൻ്റെ റേറ്റ് മാത്രമേ പറയുള്ളൂ. പക്ഷേ ലേബറോ ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും നമ്മൾ പറയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പല രീതിക്കായിരിക്കും റേറ്റ്. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ യൂസർ സാധനം പലവിടെയും പല രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് യൂസറാണോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ അത് റിപ്പയർ ചെയ്തിടുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാതെ. നമ്മൾ ഇന്നോവയുടെ ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റും അയച്ചിട്ടുണ്ട്. ലോവർ ആം പ്രസ് ചെയ്യാനായിട്ട് കംപ്ലീറ്റും സസ്പെൻഷൻ പാർട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ആം, അപ്പറാമിൻ്റെ ലോവർ ആമിൻ്റെ പുഷാണ് മെയിനായിട്ട് പോയിരിക്കുന്നത്. പിന്നെ നമുക്ക് റിയർ ഷോക്കിൻ്റെ പുഷാണ്, അത് നമുക്ക് മാറ്റാം. ഈ അപ്പറാമും ലോവർ ആമും ലേത്തിൽ നമ്മൾ പുഷ് പ്രസ് ചെയ്യാനായിട്ട് പോയിട്ട്. പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ കോളം ബൂട്ട് കണ്ടോ, ഇത്രത്തോളം അതിനകത്ത് കട്ടായിട്ട് നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ എൻജിൻ്റെ സൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഉള്ളിലേക്ക് വരും. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് സൗണ്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ് കൂടെ അഴിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുക, മനസ്സിലായില്ലേ? ഒറിജിനൽ പാർട്സാണ് വരുന്നത്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി നമ്മളിത് അതിനകത്ത് കയറ്റിയിട്ട് ഇൻ്റർമീഡിയറ്റോട് കൂടിയിട്ടാണ് അഴിച്ചെടുക്കുന്നത്. എന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ, എന്നാലേ നമുക്ക് അഴിക്കാനും ഇടാനും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ അതിലേക്ക് ഇറക്കി സെറ്റ് ചെയ്താൽ മതി. എപ്പോഴും മെയിനായിട്ട് നോക്കേണ്ട സാധനമാണ് ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC കൂളിംഗ് നിൽക്കില്ല. അതുപോലെ തന്നെ എഞ്ചിൻ്റെ സൗണ്ട് ഉള്ളിലേക്ക് നല്ല നമുക്ക് ഇറിറ്റേറ്റിംഗ് സൗണ്ട് നല്ലവണ്ണം വന്നുകൊണ്ടിരിക്കും. മെയിനായിട്ടുള്ള സാധനം അതാണ്. അപ്പോൾ സൈലൻസറിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഹീറ്റ് നമുക്ക് നമ്മുടെ ലെഗിലേക്ക്, കാലിലേക്ക് പൂർണ്ണമായിട്ടും നല്ലവണ്ണം അടിക്കും.
ഹീറ്റ് വരുന്നവർ നമുക്ക് എ സിയുടെ കൂളിങ്ങും പക്കയാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ മാറ്റാണ്ട് അത് ഇനിയിപ്പോൾ ലോവറാമും അപ്പറാമും കാര്യങ്ങളെല്ലാം പ്രസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇനി അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് സ്റ്റിയറിംഗ് കോളം പോയിട്ട് മാറി, അതുപോലെ ഗിയർ ബോക്സിൻ്റെ ബെഡ് മാറി, ഫ്രണ്ട് സസ്പെൻഷൻ പുഷ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെൻഷനർ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തു. റേഡിയേറ്ററിൻ്റെ ഫ്ലൂയിഡ് കപ്ലിംഗ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ വൈപ്പറിൻ്റെ ലിങ്കേജ് മാറ്റി വൈപ്പർ ആമും വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് മോഡൽ വണ്ടിയാണ്, അതുകൊണ്ട് നമ്മൾ സെൻട്രൽ കൺസോളും ടൊയോട്ടയുടെ ഒറിജിനൽ സെൻട്രൽ കൺസോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കണം, ഒന്ന് ഓടിച്ച് നോക്കണം. അതുപോലെ മിസ്സിങ് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. 4 നോസിലും ഒരു നോസിൽ സർവീസ് ചെയ്ത് ബാക്കി 3 നോസിലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിടുകയാണ് ചെയ്തത്. നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ട് ഗിയറിലാണ് വണ്ടി. ഇപ്പോൾ വണ്ടി മിസ്സിങ് പൂർണ്ണമായിട്ട് ഒഴിവായിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നല്ല ജെർക്കിങ് ആയിരുന്നു, പുള്ളിങ്ങും തീരെ കിട്ടുന്നില്ലായിരുന്നു. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ല, വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. മിസ്സിങ് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ എൻജിൻ കിടന്ന് പുറപ്പെടാന്ന് പറഞ്ഞ് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഫ്രണ്ടിൽ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്നുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. വണ്ടി ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ ആ ഒരു ഫാനിൻ്റെ സൗണ്ട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു മിസ്സിങ് ഇപ്പോഴും ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നോസിൽ മാറിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഫ്രീ റണ്ണിങ്ങിൽ ഇതിന് വിട്ടിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു വൈബ്രേഷൻ എന്തായാലും ഉണ്ടാവും. കുറച്ച് നേരം റൺ ചെയ്താൽ അല്ലെങ്കിൽ ഫ്രീ റണ്ണിങ് ഒരു 3-4 മണിക്കൂർ റണ്ണിങ്ങിൽ വിട്ടാൽ തന്നെ ആ നോസിൽ കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വേറെ വണ്ടിയുടെ നോസിലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീസൽ സ്പ്രേയുടെ ക്വാണ്ടിറ്റിയും അളവും എല്ലാം വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നോസിൽ സർവീസ് ചെയ്ത നോസിൽ ഒന്ന് സീറ്റിംഗ് ആവാനുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഓടിയാൽ തന്നെ ആ മിസ്സിങ് ശരിയാവും. നേരത്തെ ഉണ്ടായിരുന്ന ആ വലിയൊരു മിസ്സിങ് പൂർണ്ണമായിട്ടും ഇതൊന്ന് സോൾവ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആക്സിലേഷൻ കൊടുത്തു പോകുമ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഹെലികോപ്റ്റർ പോകുന്ന പോലുള്ളൊരു സൗണ്ടാണ് എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. വെച്ചാൽ ആ കപ്ലിംഗ്, ഫാൻ കപ്ലിങ്ങിൻ്റെ സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫാൻ കപ്ലിംഗ് മാറ്റുമ്പോൾ അത് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. വീൽ അലൈൻമെൻറ്റ് സ്റ്റിയറിംഗ് ഒന്ന് സെൻറ്റർ ആക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻഷൻ പാർട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയത് കൊണ്ട് അതും ചെറിയ റോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ പുള്ളിങ് നേരത്തെ ഇന്നോവയുടെ പക്ക പുള്ളിങ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു മിസ്സിങ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെന്തായാലും ഓടിയാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും നേരത്തെ വന്നതിലൂടെ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60-65 ആ ഒരു കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ റണ്ണാവുള്ളൂ. എത്രത്തോളം ആക്സിലേഷൻ കൊടുത്താലും ആ ഒരു ലെവലിലേ വരുള്ളൂ. പക്ഷേ അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ സ്റ്റിയറിങ്ങിൻ്റെ പൂട്ട് മാറിയപ്പോൾ ആ എഞ്ചിൻ റൂമിലുള്ള സൗണ്ടും നോക്കിംഗ് സൗണ്ട് അതുപോലെ തന്നെ എയർ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഇവിടെ ക്ലോസ്ഡ് ആയി. അതുകൊണ്ട് നമുക്ക് പുറമേ ഉള്ള ആ ഇന്നോവയുടെ എഞ്ചിൻ്റെ സൗണ്ട് എങ്ങനെയാണോ ആ ഒരു സൗണ്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് ഉള്ളിലേക്ക് സൗണ്ടായിട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡോർ പാഡ് സൗണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട്. ഡോർ പാഡ് സൗണ്ടുകൾ കംപ്ലീറ്റും ചെയ്യണം. പിന്നെ അതുപോലെ സീറ്റും എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യണം. ഈ എപ്പോഴും നമ്മൾ ഈ വരുന്ന വണ്ടികൾക്ക് ഡോർ പാഡ് സ്ക്രൂ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് അതിൻ്റെ സീറ്റ് ബോൾട്ടും അതുപോലെ സീറ്റ് ഇൻസ്റ്റലേഷനും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാക്സിമം സൗണ്ട് നമുക്കിതൊന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 100-90% സൗണ്ടും ക്ലിയർ ആവും. നമുക്ക് വണ്ടി ഓടിക്കാനും നല്ലൊരു ഫീലിംഗ് കിട്ടും ഇതിനകത്ത്. ആ ഒരു സൗണ്ട് മാത്രം ഇപ്പോൾ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഡോർ പാഡൊക്കെ ഇത്തിരി കംപ്ലൈൻറ്റ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ടൈറ്റ് ചെയ്താലും നിൽക്കില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഡോർ ബീഡിംഗ് ഒന്നും ഇതിനകത്ത് ഇല്ല. വെതർ സ്ട്രിപ്പ് പോലെ ഈ ഡോർ പാഡിനകത്ത് ഒരു വെതർ സ്ട്രിപ്പ് വരുന്നുണ്ട്. ആ വെതർ സ്ട്രിപ്പ് ഒന്നും ഇതിനകത്ത് ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ആ സൗണ്ട് ഫുള്ളായിട്ട് അറസ്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഇത് സൗണ്ട് നിർത്തി കൊടുക്കാം. പക്ഷേങ്കിൽ പൂർണ്ണമായിട്ടും മാറുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ഇന്റീരിയൽ സൗണ്ട്. നേരത്തെ ഓടിച്ചതിലൂടെ 100-90%-95% കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. നേരത്തെ ഇങ്ങനെയൊന്നും ഓടിക്കാനേ പറ്റില്ല. അത്രയും വണ്ടി വൈബ്രേഷൻ ജെർക്കിംഗ് എന്ന് പറഞ്ഞ പോലെ കറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പക്ക ആയിട്ടുണ്ട്. ഇപ്പം ഈ നോസിലൊക്കെ പെട്ടെന്ന് ടൊയോട്ടയുടെ നോസിലൊന്നും അധിക വർഷം ഇങ്ങനെ പോവില്ല. കംപ്ലൈൻറ്റ്
നമ്മൾ കമ്പനിയിലൊക്കെ നിൽക്കുമ്പോൾ നോസൽ വർക്കൊന്നും ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനി സർവീസുള്ള വണ്ടികൾക്കൊക്കെ കറക്റ്റായിട്ട് അവർ ഡീസൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം 1 lakh കറക്റ്റായിട്ട് മാറി സെറ്റാക്കും. പുറമെ വർക്ക്ഷോപ്പുകളിൽ നമുക്ക് ചെയ്യുമ്പോൾ അത് എല്ലാ സർവീസും 10K സർവീസ് ആയിട്ടാണ് ചെയ്യുക. എല്ലാ സർവീസും 40K സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം മാറുള്ളൂ. ഇനിയിപ്പോൾ 1 ലക്ഷത്തിൻ്റെ സർവീസ് ആണെങ്കിൽ ഓയിൽ മാത്രമേ മാറുള്ളൂ. കസ്റ്റമർ റിക്വസ്റ്റ് അങ്ങോട്ട് ചെയ്താൽ മാത്രമേ ഡീസൽ ഫിൽറ്റർ മാറുക, ഗിയർ ഓയിൽ മാറുക, അങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾ വയ്ക്കുള്ളൂ. എപ്പോഴും അത് അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോൾ അത് എത്ര കിലോമീറ്റർ കറക്റ്റ് ആ കിലോമീറ്ററിൽ എന്ത് ചെയ്യണോ ആ വർക്ക് അതിനകത്ത് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വണ്ടി ആ ഒരു ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 ലക്ഷം ഓടുന്ന വണ്ടി 4 ലക്ഷം ഓടണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർ സർവീസ് മെയിൻ്റനൻസ് കറക്റ്റ് ആയാൽ മാത്രം തന്നെ ആ ഒരു ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷേ എല്ലാ സർവീസിനും ഓയിൽ മാത്രം മാറി ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്തു മറ്റേ ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ ഏതെല്ലാം സർവീസ് ഓരോരോ കിലോമീറ്ററിൽ ഓരോരോ സർവീസ് ഉണ്ട്. ഓരോരോ വണ്ടിക്കും ഓരോരോ തരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് വണ്ടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.